സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്ന ഒരു വിഷയമാണ് ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗ ട്രെയിൻ. മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാമെന്ന് പറയുന്ന ഈ ട്രെയിനിന്റെ വീഡിയോ പലരും പങ്കുവയ്ക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. സാധാരണ ട്രെയിനുകളേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നത്. ഇത് വിശദമായി നോക്കാം. ഞാൻ ദേവിക ഷാജി. ഈ ട്രെയിൻ സാധാരണ റെയിൽ പാതകളിൽ ഓടുന്നതല്ല, മറിച്ച് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതാണ്. അതായത് ട്രെയിൻ പാളത്തിൽ ഓടാതെ മാഗ്നറ്റുകളുടെ സഹായത്തോടെ വായുവിൽ അല്പം ഉയർന്ന നിലയിൽ സഞ്ചരിക്കും. ഇത് കാരണം ഘർഷണം വളരെ കുറയും. ഘർഷണം കുറയുമ്പോൾ വേഗം വളരെ കൂടുതലാകാൻ കഴിയും. ഇതാണ് ഈ ട്രെയിനിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയാം. ഇതോടൊപ്പം ഈ ട്രെയിൻ ഒരു പ്രത്യേക ട്യൂബിനുള്ളിലാണ് ഓടുന്നത്. ആ ട്യൂബിനുള്ളിൽ വായു വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകൂ. ഇതിനെ ലോ വാക്യൂം എന്ന് വിളിക്കുന്നു. വായു കുറയുമ്പോൾ എയർ റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ട് ട്രെയിൻ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഇങ്ങനെ മാഗ്നറ്റിക് ലെവിറ്റേഷനും വാക്യൂം ട്യൂബും ചേർന്നാണ് ഈ പുതിയ ഗതാഗത സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ ഈ ട്യൂബും അതിലൂടെ കടന്നുപോകുന്ന ട്രെയിനും കാണിക്കുന്നു. അതിന്റെ വേഗം കണ്ട് പലരും അത്ഭുതപ്പെടുകയാണ്. ചിലർ ഇത് വിമാനത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമെന്ന് പോലും പറയുന്നു. ഇത് യാഥാർത്ഥ്യമാണോ എന്ന് പലർക്കും സംശയമുണ്ടെങ്കിലും ചൈന ഈ രംഗത്ത് വലിയ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നത് സത്യമാണ്. ചൈനയിലെ ചില മാധ്യമങ്ങൾ നൽകിയ വിവരങ്ങൾ പ്രകാരം ഇതൊരു അൾട്രാ ഹൈസ്പീഡ് ലോ വാക്യൂം ട്യൂബ് മാഗ്ലേവ് സംവിധാനമാണ്. ഈ സംവിധാനം പൂർണ്ണമായി പ്രവർത്തനക്ഷമമായാൽ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗം നേടാനാകും. അതായത് ഇന്ന് നമുക്ക് പരിചിതമായ ബുള്ളറ്റ് ട്രെയിനിനേക്കാൾ പോലും വളരെ വേഗത്തിൽ ഇത് സഞ്ചരിക്കും. ഈ ട്രെയിൻ പ്രവർത്തനക്ഷമമാകുമ്പോൾ യാത്രാ സമയം വളരെ കുറയും. ഉദാഹരണത്തിന് ബീജിംഗിൽ നിന്ന് ഷാങ്ഹായിലേക്കുള്ള ദൂരം ഏകദേശം 1200 കിലോമീറ്ററാണ്. ഇപ്പോൾ ഈ ദൂരം ട്രെയിനിൽ പോകാൻ മണിക്കൂറുകൾ എടുക്കും. എന്നാൽ ഈ പുതിയ ട്രെയിൻ ഉപയോഗിച്ചാൽ വെറും 90 മിനിറ്റ് മാത്രം മതി എന്നാണ് പറയുന്നത്. അതായത് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത് വളരെ എളുപ്പവേഗത്തിലായിരിക്കും. ഇന്ത്യ ഉദാഹരണമായി എടുത്താൽ ഡൽഹിയിൽ നിന്ന് പട്നയിലേക്ക് പോകാൻ സാധാരണയായി ഏറെ സമയം വേണ്ടിയെടുക്കും. എന്നാൽ ഈ രീതിയിലുള്ള ട്രെയിൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ യാത്ര ഒരു മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആയതിനാൽ ഭാവിയിൽ യാത്രയുടെ രീതി തന്നെ ഇത് മാറ്റിമറിക്കാം. വേഗത കൂടുന്നതോടൊപ്പം യാത്രക്കാരുടെ സൗകര്യവും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് വീഡിയോ കോൾ ചെയ്യാനും കാണാനും ഓൺലൈൻ ഗെയിമുകൾ കളിക്കാനും കഴിയും. ഉയർന്ന വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴും ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാൻ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5G ഇന്റർനെറ്റ് പിന്തുണയും ഇതിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ യാത്രാ സമയം കുറയ്ക്കുകയും യാത്രക്കിടെ ബോറടിക്കാതെ സമയം ചെലവഴിക്കാനാകും. ഇന്ന് നമ്മൾ വിമാനങ്ങളിൽ കാണുന്ന സൗകര്യങ്ങൾ ട്രെയിനിലും ലഭ്യമാക്കുന്ന ഒരു ഭാവിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വേഗത ഭാവിയിൽ ഇനി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും ചൈനയ്ക്കുണ്ട്. മണിക്കൂറിൽ 4000 കിലോമീറ്റർ വരെ വേഗം ഉയർത്താനാകുമെന്നുള്ള ഗവേഷണങ്ങളും നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ ഒരു രാജ്യത്തിനുള്ളിൽ മാത്രമല്ല, രാജ്യങ്ങൾക്കിടയിലെ യാത്രകളും വളരെ വേഗത്തിലാകും. ഈ ട്രെയിൻ ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ എന്ന സ്ഥാപനം ഷാൻസിയിൽ ഒരു പരീക്ഷണപാത ഒരുക്കി. ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള ഒരു ട്യൂബിനുള്ളിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഈ ട്യൂബിനുള്ളിൽ വാക്യൂം സൃഷ്ടിച്ച് ട്രെയിൻ സഞ്ചരിക്കുന്ന രീതിയാണ് പരീക്ഷിച്ചത്. ഇപ്പോൾ ഈ പരീക്ഷണങ്ങൾ വിജയകരമാണെന്നാണ് പറയുന്നത്. ആയതിനാൽ തന്നെ ഈ സാങ്കേതികവിദ്യ വലിയ നഗരങ്ങളിലേക്കും വ്യാപിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. വടക്കൻ ചൈനയിലെ ഡാറ്റോങ് എന്ന സ്ഥലത്ത് ഇതിനായി പ്രത്യേക ടെസ്റ്റ് ലൈൻ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഈ ട്രെയിൻ സാധാരണ ട്രെയിനുകളേക്കാൾ വളരെ വ്യത്യസ്തമാണ്. ഇത് പാളങ്ങളിൽ ഓടുന്നില്ല, പകരം ഒരു അടച്ച ട്യൂബിനുള്ളിലാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ സുരക്ഷയും കൂടുതൽ ഉറപ്പാക്കേണ്ടതുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. ചൈന ഇതിനു മുമ്പ് തന്നെ അതിവേഗ ട്രെയിൻ രംഗത്ത് വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് മണിക്കൂറുകളിൽ 600 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മാഗ്ലേവ് ട്രെയിനുകളുണ്ട്. ആയതിനാൽ 1000 കിലോമീറ്റർ വേഗത ലക്ഷ്യമിടുന്നത് അവരുടെ അടുത്ത സ്വാഭാവിക ഘട്ടമാണ്. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ വലിയ ചെലവുകളും സാങ്കേതിക വെല്ലുവിളികളും ഉണ്ടാകും. എന്നാൽ ചൈന ഈ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ഭാവിയിൽ ലോകത്തിലെ ഗതാഗത രംഗത്തെ തന്നെ മാറ്റിമറിക്കാനാകുന്ന ഒരു സാങ്കേതിക വിദ്യയായി ഇത് മാറാം. ഒരു വശത്ത് ഇത് വളരെ ആവേശകരമായ ഒരു വാർത്തയായിരിക്കുമ്പോൾ മറുവശത്ത് ചിലർക്ക് സംശയങ്ങളും ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയാകണമെന്നില്ല. ചിലപ്പോൾ പരീക്ഷണ ഘട്ടത്തിലുള്ള കാര്യങ്ങൾ പോലും പൂർത്തിയായെന്ന പോലെ അവതരിപ്പിക്കാറുണ്ട്. ആയതിനാൽ ഈ വാർത്തകൾ ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട്. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഭാവിയിലെ ഗതാഗത സംവിധാനം വളരെ വേഗത്തിലും കൂടുതൽ ശ്രദ്ധാപൂർവവുമായിരിക്കും.
ട്രെയിനുകളും വിമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം കുറയുന്ന ഒരു കാലത്തേക്കാണ് നാം നീങ്ങുന്നത്. ഈ ചൈനീസ് മാഗ്ലെവ് ട്രെയിൻ അതിൻ്റെ ഒരു സൂചന മാത്രമാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. 2027 മുതൽ 2035 വരെ ഈ സംവിധാനം പ്രവർത്തനക്ഷമമാകുമോ എന്നത് പ്രതീക്ഷയാണ്. അത് സാധ്യമാകുന്നുവെങ്കിൽ യാത്രയുടെ അർത്ഥം തന്നെ മാറിപ്പോകും. ഇപ്പോൾ ഒരു ട്രെയിൻ ഒരു പരീക്ഷണ പദ്ധതി ആയിരുന്നാലും ഭാവിയിൽ അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. അതുവരെ ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മെ കൂടുതൽ തയ്യാറാക്കും.